ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതാകുമ്പോൾ പിന്നെ നമുക്ക് രാത്രിക്കൽക്കും ഒന്നും ഉണ്ടാക്കണ്ട. എങ്ങനെ? പണി എളുപ്പമായില്ലേ? ആദ്യം തന്നെ നമ്മൾ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുളക്, മഞ്ഞൾ, മല്ലി, ഗരം മസാല എന്ന പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും ചേർത്ത് നന്നായി കുഴച്ച് നമുക്ക് അത് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ 20 മിനിറ്റോളം ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട, ഒന്ന് മൊരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ എല്ലാ ചിക്കനും കുക്കറിലിട്ടൊന്ന് പൊരിച്ചെടുത്ത ശേഷം നമുക്ക് ആ കുക്കറിൽ തന്നെ നമുക്ക് മസാലയും റെഡിയാക്കാം. അപ്പോൾ കുക്കർ ഒരു അല്പം കരിഞ്ഞു പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഓവറായിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചുരണ്ടി മാറ്റി വെച്ചാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസായ ഏലക്ക, പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒരുപാട് വഴറ്റിയെടുക്കാനുള്ള മടി കാരണം ഞാൻ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ പുതിനയിലയും ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ബാസ്മതി റൈസും കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് അതൊന്ന് തിളക്കാൻ വെക്കാം. അപ്പോൾ എല്ലാ മസാലയും നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിടാം. അങ്ങനെ കുക്കറിൽ ആവിയെല്ലാം പോയ ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് പോയി ഉണ്ടാക്കുകയല്ലേ?